ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സ്റ്റെയർ കേസ് പോളിഷ് ചെയ്യുന്നതാണ്. അപ്പോൾ അക്കേഷ്യ വുഡാണ് സ്റ്റെയർ കേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മിക്ക പണി ഇവിടെ ഫിനിഷായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. ഇപ്പം സ്റ്റെയർ കേസിന് പ്ലെയിൻ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗ്ലാസ് ആ മരമായിട്ട് ചേരുന്ന ഭാഗം മാസ്ക് ചെയ്യണം. അതുപോലെ തന്നെ ഫ്ലോറൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ സാൻഡ് ചെയ്യാൻ വെൽക്രോ പാഡാണ് ഉപയോഗിക്കുന്നത്, 120ൻ്റെ വെൽക്രോ പാഡ്. അപ്പോൾ പാഡ് നല്ല ഡാമേജ് അല്ലാത്ത പാഡായിരിക്കണം. അപ്പോൾ സാൻഡറിൽ കിടന്നിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ വേറെ ഷെയ്ക്കും കാര്യമൊന്നും ഉണ്ടാകാൻ പാടില്ല. ചിലപ്പോൾ സാൻഡറിനും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് സാൻഡ് ചെയ്യുമ്പോൾ ഈ ആംഗിൾ ഗ്രൈൻഡറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സാൻഡ് ചെയ്യുമ്പം ഇതിന് കർവ് ഡിസൈനൊക്കെ ഉണ്ട് റെയിലിന്. അപ്പോൾ അതിനൊക്കെ ഷേപ്പ് വ്യത്യാസം വരും. അപ്പോൾ സാൻഡ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇത് പറഞ്ഞാൽ നമ്മളൊരു വീടിൻ്റെ ഒരു സ്റ്റെയർ കേസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കുന്നൊരു ഫർണിച്ചറാണ്. നമ്മളിപ്പോൾ ഡൈനിങ് ടേബിൾ ചിലപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണമെന്നില്ല. പക്ഷേങ്കിൽ അതുപോലെയല്ല, ബെഡ്റൂമിലൊരു ബെഡ് എല്ലാവരും ശ്രദ്ധിക്കണമെന്നില്ല, ഒരു കട്ടിൽ എല്ലാവരും ശ്രദ്ധിക്കണം. പക്ഷേ സ്റ്റെയർ കേസ് എല്ലാവരും ശ്രദ്ധിക്കും. എല്ലാവരും കൈ വെച്ചിട്ട് പോകുന്നൊരിതാണ്. അപ്പോൾ അതിൻ്റെ ഡിസൈൻ, അതിൻ്റെ ഷേപ്പിൽ എന്തെങ്കിലും ഈ കർവിനൊക്കെ എന്തെങ്കിലും ഷേപ്പ് വ്യത്യാസം വന്നാൽ എളുപ്പം കാണും. പിന്നെ അത് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനിവിടെ സാൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് സാൻഡർ ഡിവാൾഡിൻ്റെ ഒരു 1000 വാട്ട്സ് സാൻഡറാണ്. പക്ഷേ 1000 വാട്ട്സ് ആയാലും നമ്മൾ അതിന് വേറെ നമുക്ക് ഒരു കൈ കൊണ്ട് ഈസി ആയിട്ട് ഉപയോഗിക്കാം. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ വർക്കിംഗ്, സാൻഡറിൻ്റെ വർക്കിംഗ് നല്ല രീതിയിലാണ്. അപ്പോൾ സാൻഡറിൻ്റെ വർക്കിംഗ് നല്ല രീതിയിൽ നമ്മൾ ഈ പൊടിയൊക്കെ അടിക്കുന്ന മെഷീൻ നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ അത് അഴിച്ച് സർവീസ് ചെയ്യണം. അതൊക്കെ സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അതെങ്ങനെ ചെയ്യണം, അത് ഏത് രീതിയിൽ അഴിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു സാൻഡർ മേടിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ലൈഫ് കൂട്ടാൻ പറ്റും. ഒരുപാട് തന്നെ നമുക്ക് 2-3 വർഷത്തിന് സാൻഡർ വേണമെങ്കിൽ 4-5 വർഷം എത്തിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ സാൻഡറിനുള്ള കുഴപ്പം അത് ഹീറ്റാകുമ്പോൾ അതിൻ്റെ കേസിൽ നിന്ന് ആർമേച്ചർ കേസിൽ നിൽക്കാതെയാവും. അപ്പോൾ കൂടുതൽ ഹീറ്റാവും. പിന്നെ അങ്ങനെയൊക്കെ കംപ്ലൈൻറ്റ് വന്നിട്ടാണ് സാൻഡർ പൊടിയും കാര്യവും അതിൻ്റെ സർവീസ് സ്വന്തമായിട്ട് അഴിച്ച് സർവീസ് ചെയ്യാത്ത എന്തെങ്കിലും കംപ്ലൈൻറ്റ് ആയതിന് ശേഷമാണ് നമ്മൾ സർവീസിന് പോകുന്നത്. ഒരു സാൻഡർ മെഷീൻ കംപ്ലൈൻ്റ് ആയതിന്, എന്തുകൊണ്ട് കംപ്ലൈൻ്റ് ആണ്, ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ അകത്ത് കയറുന്ന പൊടിയും കാര്യങ്ങളും തട്ടി അഴിച്ച് ക്ലീൻ ചെയ്യാത്തത് കൊണ്ടാണ് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ലാസ്റ്റ് കൊണ്ടുപോകുമ്പോഴേക്ക് അതിൻ്റെ ബെയറിങ്ങും അതിൻ്റെ കേസും കൊള്ളുന്ന ഭാഗം ഓവലായി ആർമേച്ചറും കോയിലും തമ്മിൽ ഉരഞ്ഞ് ഹീറ്റായി കേസ് കംപ്ലീറ്റ് ഉരുകിയിട്ടാണ് ആ സാൻഡർ നമ്മൾ സർവീസിന് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു 1-2 മാസം കൂടുമ്പോൾ ഇതെങ്ങനെ അഴിച്ച് ക്ലീൻ ചെയ്യണം, അതിൻ്റെ സ്വിച്ചൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ ഇത് കർവൊക്കെ ഇത്ര സ്പീഡിൽ ഞാൻ കർവ് അടിക്കുന്നത്, അതിൻ്റെ കർവാണ് അടിക്കുന്നത് സ്പീഡിൽ. അപ്പോൾ എന്താണ്, നമ്മളെ മെഷീൻ കറക്റ്റ് ആയിരിക്കണം. ഇതൊക്കെ ഒരു 4 വർഷം പഴക്കമുള്ള മെഷീനാണ്. അപ്പോൾ ഇപ്പോൾ സ്മൂത്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചില ആൾ പറയും സാൻഡ് ചെയ്യുമ്പോൾ കല വീഴുന്നത്, സ്പീഡിലടിച്ച കല വീഴും. എന്തെന്ന് പറഞ്ഞാൽ അവർ ഉപയോഗിക്കുന്ന പാഡ്, നമ്മളിപ്പോൾ ഈ വെൽക്രോ പാഡായാലും സാധാ ഡിസ്ക് പാഡായാലും അത് കറക്റ്റ് അലൈൻമെൻ്റ് അല്ലെങ്കിൽ പാട് വീഴും. കറക്റ്റ് അലൈൻമെൻ്റ് അല്ലെങ്കിൽ നമുക്ക് അത് വുഡ് ലെവൽ ചെയ്യാൻ കൊള്ളില്ല. അപ്പോൾ നമ്മൾ അത്രയും ശ്രദ്ധിക്കേണ്ടത്. ആരും ശ്രദ്ധിക്കാറില്ല. ഞാൻ കടയിൽ പോയി ചോദിച്ചാൽ പറയും ആരും ഇതൊന്നും ശ്രദ്ധിക്കാമല്ലോ, ഒരു പാഡ് വേണം അവർ മേടിച്ചിട്ട് പോകുമെന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല, ഞാനത് നല്ലൊരു ഗ്ലാസ്സിലോ ഏതിലെങ്കിലും പാഡ് വെച്ച് ആ പാഡ് എല്ലാ ഭാഗവും സീറ്റിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യും. അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് എടുക്കുന്നത്. ചിലപ്പോൾ ഒരു 10 പാഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു പാഡ് നമുക്ക് കിട്ടാറ് അത് ചില കമ്പനീൻ്റെ പാഡ് കിട്ടുക. അപ്പോൾ ഇങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. എന്തെന്ന് പറഞ്ഞാൽ ഒരു ഫർണിച്ചറിൻ്റെ ഫിനിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സാൻഡിങ് ആണ് ഫിനിഷിങ്. ബാക്കി എല്ലാ പണിയും നമുക്ക് ചിലപ്പോൾ ഒന്നും നന്നായില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത് ചെയ്യാൻ പറ്റും, ഒന്ന് പേപ്പർ ഇട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ സാൻഡിങ് ആദ്യം ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ രണ്ടാമത് സാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ഷേപ്പിൽ ആ ഫർണിച്ചർ ഫിനിഷ് ചെയ്തെടുക്കുക എന്നാണ്. ഇപ്പം കാണുന്നില്ല കർവ്, ചിലപ്പോൾ കാർപ്പൻറ്റേഴ്സ് ചെയ്തിട്ട് അത്രത്തോളം ഫിനിഷായിട്ടുണ്ടാവില്ല.
ചിലപ്പോൾ. അപ്പോൾ അതുപോലെ നമുക്ക് സാൻഡിങ്ങിൽ നല്ല ഷേപ്പ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ആ കോണുമായിട്ട് ചേരുന്ന രീതിയിൽ നമുക്ക് സാൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ചില ആൾ പറയാറുണ്ട് കല വീഴാറുണ്ട്. കല വീഴാൻ കാരണം വേറെ ഒന്നല്ല, അതിൻ്റെ പേഡിൻ്റെ വർക്കിങ്, അതിൻ്റെ നെക്കിന് ചിലപ്പോൾ പ്രശ്നമുണ്ടാവും, ചിലപ്പോൾ അതിൻ്റെ ആ പേപ്പർ ഒട്ടിക്കുന്ന ഭാഗത്തിന് പ്രശ്നമുണ്ടാവും. അതുകൊണ്ടൊക്കെയാണ് കല വീഴുന്നത്. നല്ല വർക്കിങ്ങാണ്. നമ്മൾ കയ്യിൽ സാൻഡർ നമുക്കൊരു രണ്ട് വിരലുകൊണ്ട് പിടിച്ചിട്ട് സാൻഡർ ഉപയോഗിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ അത് കയ്യിൽ കിടന്ന് പിടക്കത്തില്ല, കൈക്ക് വൈബ്രേറ്റർ ആവില്ല. അതേസമയം നമ്മൾ ഉപയോഗിക്കുന്ന സാൻഡറിനോ അതുപോലത്തെ പേഡിനോ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് കംപ്ലൈൻ്റ് ആവും. പിന്നെ ലെവലല്ലാത്ത സാൻഡർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലെവലല്ലാത്ത പേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ സാൻഡർ മെഷീൻ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പവർ ടൂളിൽ ലോഡ് മരത്തിൽ ചെയ്യുമ്പോഴാണ് ലോഡ് വരൽ, ഏത് കട്ടറായാലും സാൻഡറായാലും. അപ്പോൾ ഞാൻ ഇതിന് ഉപയോഗിക്കുന്നത് സാൻഡിങ് സീലർ ചെയ്തിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ പേപ്പർ പിടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ സാൻഡിങ് സീലറാണ് അപ്ലൈ ചെയ്യുന്നത്. നമുക്കിതിന് മെലാമിൻ സീലറോ അതുപോലെ തന്നെ പി യു സീലർ അടിച്ചിട്ട് ടോപ്പ് കോട്ടോ അടിക്കാം. പക്ഷേങ്കിൽ നമുക്ക് കിട്ടുന്ന വർക്ക് ആ രീതിയിലുള്ള വർക്കായതുകൊണ്ട് ഇതിന് സാൻഡിങ് സീലർ അടിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഒരു 3 ദിവസം കൊണ്ട് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. 3 ദിവസത്തെ പണി കൊണ്ട് ഫിനിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ബ്രഷിലാണ് ഫസ്റ്റ് കോട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് കോട്ട് ആയതുകൊണ്ട് തന്നെ ബ്രഷ് ചെയ്യുന്നതിനെ കൊണ്ട് പ്രശ്നമില്ല. ചെയ്തതിൻ്റെ ഒരു 60%, 60-70% തടീൻ്റെ അകത്തേക്ക് ഇറങ്ങും. അതുകൊണ്ട് തന്നെ ബ്രഷ് ചെയ്യുമ്പോൾ നമുക്കതിന് കാര്യമായിട്ട് പുറത്ത് വേറെ റിസൾട്ടൊന്നും ഉണ്ടാവില്ല. അതുപോലെയല്ല നമ്മൾ സെക്കൻഡ് കോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബ്രഷിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സാൻഡ് ചെയ്ത്, നമ്മൾ ടോപ്പ് കോട്ട് അടിക്കുന്നതിന് മുന്നേ ഒരുപാട് സാൻഡ് ചെയ്ത് ഫിനിഷ് ചെയ്യേണ്ടി വരും, ഓവർ സാൻഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് സെക്കൻഡ് കോട്ട് അടിക്കുമ്പോൾ നമുക്ക് വേസ്റ്റിലോ അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. പിന്നെ കയ്യിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ബ്രഷിൽ. ഇത് നല്ലതൊന്നല്ല കയ്യിലാക്കുന്നത്, ക്ലീൻ ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഫസ്റ്റ് കോട്ട് ബ്രഷ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റെയർ കേസെല്ലാകുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലത് PU ഒക്കെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ചെറിയ ബ്രഷാണ്, നമുക്കിതിപ്പം വലിയ 4 ഇഞ്ച് ബ്രഷോ 3 ഇഞ്ച് ബ്രഷോ ഉപയോഗിച്ചിട്ട് ബ്രഷ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കംപ്ലീറ്റ് സീലർ അടിച്ചിട്ടുണ്ട്, സാൻഡിങ് സീലർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ സീലർ ബർജറിൻ്റെ സീലറാണ് ഉപയോഗിക്കുന്നത്. ശരിക്കും ഇതുപോലെ മാസ്കിൻ ടേപ്പൊക്കെ വെച്ച് ഒട്ടിക്കുക. അതുപോലെ തന്നെ നിലത്ത് ആവാതെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളൊരു പണി കിട്ടിക്കഴിഞ്ഞാൽ ഒരു വർക്ക് കിട്ടി, ആ വർക്ക് നന്നായി ചെയ്യുമ്പോൾ വേറൊരു വർക്ക് ചീത്തയാക്കരുത്. അത് ഫ്ലോറായാലും അതുപോലെ തന്നെ ഗ്ലാസ് ആയാലും അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. അപ്പോൾ പുട്ടി വെക്കുമ്പോൾ കാണുന്നില്ല, തടീനെക്കാട്ടി കുറച്ചും കൂടി ഡാർക്കായിട്ടാണ് പുട്ടി വെക്കുന്നത്. ഈ സാൻഡിങ് സീലർ അപ്ലൈ ചെയ്യുമ്പം അപ്പോൾ നമ്മൾ കുറച്ച് ഡാർക്കായിട്ട് പുട്ടി വെക്കാൻ ശ്രദ്ധിക്കുക. പുട്ടി എന്ന് പറഞ്ഞാൽ ഇത് സീലറിൽ ഉണ്ടാക്കിയ പുട്ടിയാണ്. സീലറും തിന്നറും അതുപോലെ തന്നെ ചോക്ക് പൗഡറും തേക്ക് പൗഡറും ബ്രൗൺ പൗഡറും ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയ പുട്ടിയാണ്. നമുക്ക് റെഡ് ഷെയ്ഡിന് കുറച്ച് റെഡ് പൗഡറും ചേർക്കാം. പുട്ടി ഉണ്ടാക്കുന്ന ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുണ്ടാക്കുന്നതൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ മാക്സിമം കവർ ചെയ്ത് പുട്ടി വെക്കുക. പുട്ടി ഡാർക്കാക്കി കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല, കുറച്ച് ഡാർക്കാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ സാൻഡിങ് സീലർ അപ്ലൈ ചെയ്യുമ്പം കറക്റ്റ് കളർ കിട്ടും. അതേസമയം നമ്മൾ മെലാമിൻ സീലറാണെങ്കിൽ നമുക്ക് അധികം ഡാർക്കിൽ പുട്ടി വെക്കേണ്ട ആവശ്യമില്ല. മെലാമിൻ സീലർ അടിക്കുമ്പോൾ കുറച്ചും കൂടെ ഡാർക്ക് ആവുന്നതായിരിക്കും. മറ്റേ സാൻഡിങ് സീലർ ഉപയോഗിക്കുന്നതിനെക്കാട്ടും ഡാർക്ക് ആവുന്നതായിരിക്കും. അപ്പോൾ പുട്ടി കംപ്ലീറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വർക്കൊക്കെ ഞാൻ ഒറ്റക്കാണ് എടുക്കുന്നത്. മുന്നേ ഒരുപാട് പേര് എൻ്റെ കീഴിൽ പണിയെടുത്തിരുന്നു. അപ്പോൾ ഇപ്പം സ്വന്തമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ 220-ൻ്റെ ബാർഡർ പേപ്പർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ സാൻഡ് ചെയ്യുന്നത്. അപ്പോൾ സാൻഡ് ചെയ്യുമ്പോൾ എല്ലാവരും പറയാറുണ്ട് കുഴിയാറുണ്ട് എന്നൊക്കെ. അത്
ചെയ്യുന്ന ആ രീതിൻ്റെ ആ മെത്തേഡിൻ്റെ ആ എക്സ്പീരിയൻസിൻ്റെ കുറവ് കൊണ്ടാണ് കുഴിയൊക്കെ ചെയ്യുന്നത്. ഞാൻ ഒരുപാട് ചെയ്ത വർക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരു പുട്ടിയൊന്നും കുഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഉളിയൊക്കെ വെച്ച് ചീകിക്കഴിഞ്ഞാൽ എന്താണെന്നറിയാം, നമ്മൾ ഈ പുട്ടിൻ്റെ എഡ്ജ് ഒരു കുഴിയുണ്ട്, ആ കുഴിക്ക് ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ ആ എഡ്ജ് നഷ്ടപ്പെടും. അധികം ആളും പണിയെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും പണ്ട് ഒരുപാട് മുന്നേ ആ രീതിയിലായിരുന്നു ചെയ്തിരുന്നത്. എന്താണ്, നമ്മൾ ഉളിയൊക്കെ വെച്ച് ചെപ്പിളി എടുക്കുന്നത് പോലെ ചീകിയിട്ടൊക്കെ എടുത്തിട്ടാണ് മുന്നേ ചെയ്യാറുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് പറയുക, നമുക്കൊരു മരത്തിന് ഒരു ഡാമേജ് ഉണ്ട്, ഒരു കുഴിയുണ്ട്. ആ കുഴിക്ക് കൃത്യമായ ഒരു ബൗണ്ടറി ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ പുട്ടി കറക്റ്റായി നിൽക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഉളിയെടുത്ത് ചീകുമ്പോൾ ആ ബൗണ്ടറി, അതിൻ്റെ എഡ്ജ് നഷ്ടപ്പെടും. ഉളി അതിലേക്ക് ഇറങ്ങിയിട്ട് വരുമ്പോൾ അതിൻ്റെ ബൗണ്ടറി നഷ്ടപ്പെടും. അപ്പോൾ പുട്ടി കറക്റ്റ് അതിൽ നിൽക്കേണ്ട ആ ഒരു ബൗണ്ടറി ഇല്ലാതെ നിൽക്കുമ്പോൾ പുട്ടി എത്രത്തോളം അവിടെ ലെവലായ മാത്രമേ അത് ആ ഒരു ബൗണ്ടറി ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് ക്ലിയർ ആവില്ല. നമ്മൾ പുട്ടി സാൻഡ് ചെയ്ത് ക്ലിയർ ആവില്ല, ഒന്നിക്കൽ കുഴിഞ്ഞിരിക്കും അല്ലെങ്കിൽ മുഴച്ചിരിക്കും. അപ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലാണ്, എനിക്ക് എങ്ങനെ പറഞ്ഞു തരണമെന്ന് ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് ആ ഒരു കുഴി അല്ലെങ്കിൽ ആ കുഴീൻ്റെ എഡ്ജ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നിക്ക കുഴിഞ്ഞ് നിൽക്കും അല്ലെങ്കിൽ മുഴച്ച് നിൽക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പേപ്പറൊക്കെ സാൻഡ് പേപ്പർ ഇട്ട് അടിച്ച് കഴിഞ്ഞാൽ ആ എഡ്ജ്, ആ ബൗണ്ടറി അത് നഷ്ടപ്പെടില്ല. അപ്പോൾ സെക്കൻഡ് കോട്ട് സീലർ ഞാൻ വേസ്റ്റ് വെച്ചാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ കയ്യിലൊക്കെ ആവും, പിന്നെ പഠിച്ച പണിയല്ലേ, നമുക്ക് കയ്യിലാവും വിചാരിച്ചിട്ട്. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടണം. കയ്യിൽ സെക്കൻഡ് കോട്ടൊക്കെ കയ്യിലൊക്കെ ചെയ്താലേ ഒരിത് കിട്ടും. നമുക്ക് ബ്രഷിൽ ചെയ്യുമ്പോൾ കൂടുതൽ ടോപ്പ് കോട്ട് അടിക്കുന്നതിന് മുന്നേ സാൻഡ് ചെയ്യാനുണ്ടാവും. ബ്രഷിൽ ചെയ്യുമ്പം കൂടുതൽ സാൻഡ് ചെയ്യാനുണ്ടാവും. അതുകൊണ്ട് വേസ്റ്റിലാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ കയ്യിലൊക്കെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെ കളയുമെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അറിയാത്തവർ ചെയ്യുമ്പം കയ്യിലായിക്കഴിഞ്ഞാൽ അത് കളയാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. ആ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും കളയാൻ. അപ്പോൾ ഇപ്പോൾ 2 കോട്ട് സീലർ അടിച്ച് കഴിയുമ്പോൾ നല്ലൊരു ഫിനിഷിംഗ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം, ഒരു മാറ്റ് അടിച്ച ഒരു ഫിനിഷിംഗ് തന്നെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഏതൊരു പണിയുടെയും ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ സാൻഡിങ് ആണ്. സാൻഡിങ് നമുക്ക് ഇന്നിപ്പോൾ രണ്ടാമത് എല്ലാം ടോപ്പ് കോട്ട് അടിച്ചതിന് ശേഷം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മരം ഫിനിഷ് ഇല്ലാത്തതുകൊണ്ട് സാൻഡ് പോളിഷ് ഫിനിഷ് ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത് സാൻഡ് ചെയ്യാൻ കഴിയില്ല. ബാക്കിയെല്ലാ പണിയും രണ്ടാമത് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സാൻഡിങ് കാണുന്നില്ല, ആ അടിച്ചൊക്കെ ആ കർവ് അടിച്ചതൊക്കെ കറക്റ്റാണ്. മെഷീനിട്ട് അടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കാർപ്പൻറ്റേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആ കോണും കറക്റ്റായി കിട്ടണമെന്നില്ല. അപ്പോൾ ഈ വർക്കൊക്കെ ഞാൻ എടുക്കേണ്ടതാണ്. അതിൻ്റെ ഒന്നും ഇതേപോലത്തെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റെയർ കേസിൻ്റെ വീഡിയോ ചെയ്തില്ല. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഒക്കെ ഞാൻ എംബോറിയ, മറ്റേ ഏഷ്യൻ്റെ എംബോറിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അടുത്തിടുന്നതായിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ സാൻഡിങ് സീലർ ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഏത് മെലാമിൻ സീലർ ആയാലും പേപ്പറിന് പിടിക്കാതെ ഇതുപോലെ പൗഡറായിട്ട് കിട്ടണം. എന്നാലേ അതിൻ്റെ വല്ല ടോപ്പ് കോട്ട് അടിക്കുമ്പോൾ നമുക്ക് വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നല്ല ഫിനിഷിങ്ങിൽ ടോപ്പ് കോട്ട് അടിക്കാൻ പറ്റും. അപ്പോൾ ചില ആൾ പറയും പേപ്പറിന് പിടിക്കുന്നുണ്ടെന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളിതിനെ ടോപ്പ് കോട്ട് അടിക്കുമ്പോൾ ചിലപ്പോൾ പൊള്ളാനും അല്ല ചെറിയ എന്തെങ്കിലും കംപ്ലൈൻ്റൊക്കെ കാണാൻ, ടോപ്പ് കോട്ട് അടിക്കുമ്പോൾ കംപ്ലൈൻ്റൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കൂടുതലും മെലാമിൻ സീലർ അടിച്ചിട്ട് ചെയ്യുമ്പം ഉണങ്ങിയിട്ടില്ലെങ്കിലാണ് ടോപ്പ് കോട്ടിൽ പ്രശ്നങ്ങളുണ്ടാകുന്നത്. സാൻഡിങ് സീലറിൽ സ്വതമേ അങ്ങനെ പ്രശ്നങ്ങളുണ്ടാകില്ല. അപ്പോൾ ഇതുപോലെ നൈലോണിൻ്റെ ബ്രഷ് എടുത്തിട്ട് ടോപ്പ് അടിക്കുമ്പോൾ നമ്മൾ റെയിലിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗം ആദ്യം ബ്രഷ് ചെയ്യുക, എന്നിട്ട് 2 സൈഡിലും ചെയ്യുക. ആദ്യം തന്നെ നമ്മൾ സൈഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മുകളിൽ ചെയ്യുമ്പോൾ താഴേക്ക് ഒലിച്ചിറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ തിന്നർ ചേർക്കേണ്ടത് സ്ലോ ഡ്രൈയിങ്, മിക്സിങ്ങും കാര്യങ്ങളൊക്കെ ഒരുപാട് വീഡിയോയിൽ ചെയ്തതുകൊണ്ടാണ് അത് കാണിക്കാത്തത്, അപ്പോൾ ആവർത്തിക്കാത്തത്. അപ്പോൾ മെലാമിൻ സ്ലോ ഡ്രൈയിങ് തിന്നർ ഉപയോഗിച്ചിട്ടാണ് ബ്രഷ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പീസ് ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ പീസ് ഒരു കളർ ചേർത്തിട്ട് അടിക്കുന്നെങ്കിൽ ഒരു
ഒരു എക്സ്ട്രാ കളർ അല്ലെങ്കിൽ നമ്മൾ ലൈറ്റ് ഭാഗങ്ങളിൽ ആദ്യം ഒന്ന് നമ്മൾ ടോപ്പ് കോട്ടിൽ വാൾനട്ട് സ്റ്റൈനറാണ് നമ്മൾ അക്കേഷ്യ ആയാലും തേക്കായാലും നമ്മൾ അധികം ഉപയോഗിക്കുന്നത്. അപ്പോൾ ലൈറ്റ് പീസിലൊക്കെ ആദ്യം ഒന്ന് ബ്രഷ് സ്റ്റൈൻ കൂട്ടിയിട്ട് ഒന്ന് ബ്രഷ് ചെയ്യുക. അതിനുശേഷം മൊത്തം ഒന്ന് ക്ലിയർ ആയിട്ടോ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ സ്റ്റൈൻ ചേർത്തിട്ടോ ബ്രഷ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ലൈറ്റ് പീസൊക്കെ എങ്ങനെ ഉണ്ടാവുമോ അങ്ങനെ ചെയ്യുക. ചെയ്യാന്ന് പറഞ്ഞിട്ട് കണ്ണൂർ ഭാഷയായതുകൊണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങൾ തന്നെ ചെയ്യുക അങ്ങനെയൊക്കെ പറഞ്ഞാലേ ചില ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഭാഷേൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. പല കാരണത്തിൽ അവതരണത്തിലും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. കൃത്യമായ അവതരണം എന്നല്ലെന്ന് എനിക്കും അറിയാം. അപ്പോൾ ചില ആളെ വീഡിയോ ഒക്കെ കാണുമ്പോൾ നല്ലൊരു അവതരണമാണ്. ആ അവതരണത്തിലേക്ക് എനിക്ക് എൻ്റെതായ ഒരു ശൈലി അത്ര തന്നെ. അപ്പോൾ ടോപ്പ് കോട്ട് ഒരു കോട്ട് അടിച്ചതിന് ശേഷം നമ്മൾ സെക്കൻഡ് കോട്ട് ആ ഒരു അടിച്ച് കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് കഴിയുമ്പം തന്നെ അടിക്കുക. അതാണ് കുറച്ചും കൂടെ നല്ലത്. ഇപ്പോൾ നല്ലൊരു ഫിനിഷിങ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളെ മുന്നിലെത്തുന്നതായിരിക്കും. താങ്ക് യു. ബൈ.